എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഓഗസ്റ്റ് 11-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും ലഭിക്കുന്ന ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ വഴി പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കൃത്യമായിട്ട് ആ ഒരു പേയ്മെൻറ്റിൻ്റെ സ്റ്റാറ്റസ് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ബാങ്ക് വഴി ചലാൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ്, അതായത് പേയ്മെൻറ്റ് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ ആ ഒരു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരികയുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു സംശയമാണ് ചോദിക്കുന്ന ഒരു കാര്യമാണ് ടോക്കൺ ഫീസിൻ്റെ ഒരു സംശയം. അപ്പോൾ ടോക്കൺ ഫീസിൻ്റെ ആ ഒരു സംശയം വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ടോക്കൺ ഫീസ് അടച്ച എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരം നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് എവിടെയും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സെയിം കോളേജിൽ തന്നെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നപ്പോഴും കിട്ടിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഇനിയിപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറ്റം കിട്ടിയെന്ന് വിചാരിക്കുക, അതായത് ആദ്യം 5ാമത്തെ ഓപ്ഷനിൽ കിട്ടി, നിങ്ങൾ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ഇനി നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് ഇപ്പോൾ 3ാമത്തെ ഓപ്ഷനിലേക്കാണ് നിങ്ങൾക്ക് മാറ്റം കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ 3ാമത്തെ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. 3ാമത്തെ ഓപ്ഷനിൽ കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ഇവിടെ അടച്ച, അതായത് 5ാമത്തെ ഓപ്ഷനിൽ അടച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആദ്യം കിട്ടിയ സീറ്റും അതുപോലെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിന് താഴെയുള്ള മറ്റു ഓപ്ഷനുകളും ഡിലീറ്റ് ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആദ്യം അടച്ച ടോക്കൺ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ഏതാണോ ആ ഒരു കോളേജിലേക്ക് LBS സെൻറ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തവണ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ വീണ്ടും ഈ ഒരു ടോക്കൺ ഫീസ് അടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീസും അടക്കാനായിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. എക്സ്ട്രാ ഫീ പേയ്മെൻറ്റ് ആർക്കൊക്കെയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ്റ് കോളേജിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ 27,170 രൂപ, 23,170 രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ അടച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് സെൽഫ് ഫിനാൻസ് കോളേജിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്കറിയാം 25,000 രൂപയാണ്. അതായത് ചില വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് കോളേജ് താല്പര്യം ഉണ്ടാവില്ല, എന്നാൽ സെൽഫ് ഫിനാൻസിലായിരിക്കും താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യം 23,170 രൂപ ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അടച്ചിട്ടുണ്ടാകും. അപ്പോൾ ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ അബദ്ധവശാൽ സെൽഫ് ഫിനാൻസ് കോളേജ് ഫസ്റ്റ് ഓപ്ഷനുകളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 23,170 രൂപ, അതായത് 25,000 രൂപയിൽ നിന്ന് കുറച്ചിട്ടുള്ള ആ ഒരു ബാക്കി പൈസ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ അടക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ബാക്കി എക്സ്ട്രാ എന്ന് പറയുന്ന സമയത്ത് ഏകദേശം 23,170 രൂപ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1,830 രൂപയോളം നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ അടക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ഓപ്ഷൻ, നിങ്ങൾക്കിപ്പോൾ ഫീ പേയ്മെൻറ്റ് ഓപ്ഷനിൽ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു എക്സ്ട്രാ വരുന്ന പൈസ നിങ്ങൾ ഇപ്പോൾ അടച്ചാൽ മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് പെയ്ഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫീ പേയ്മെൻറ്റ്, ആ ഒരു എക്സ്ട്രാ ഉള്ള ഫീ പേയ്മെൻറ്റ് വീണ്ടും അടക്കേണ്ടതായിട്ട് വരില്ല. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെ ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ മാത്രമാണ് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി ആദ്യമായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പരിശോധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കിപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള, അതായത് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു 5ാമത്തെ ഓപ്ഷനിലേക്കാണ് പുതുതായിട്ട് കിട്ടുകയോ, അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടി പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഈ ഒരു പുതുതായിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനിൽ
അപ്ലിക്കേഷനിലേക്കാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതുവരെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ഇങ്ങനെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നത് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അതെങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിന് മുകളിൽ നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ഓപ്ഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ മാറ്റേണ്ടതില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു ഹയർ ഓപ്ഷൻ റിമൂവ് ചെയ്ത് കൊടുക്കുക. കാരണം തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടുന്ന സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി എന്നുള്ള വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഈ ഒരു LBSന്റെ നഴ്സിംഗ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നഴ്സിംഗ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് lbscenter.in/nursing and paramedical 2025/index.aspx എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സൈഡിലായിട്ടുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജ് അല്പം ലോഡ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു പേജ് ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം. ഇപ്പോൾ ഈ ഒരു പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, വെരിഫൈ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ കറക്റ്റ് ആണെങ്കിൽ അത് വെരിഫൈ ആയിട്ട് അടുത്ത പേജിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും കൊടുക്കുക, സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട്. അത് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജിലേക്ക് പോകും. അതായത് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാകും. അതായത് അലോട്ട്മെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അലോട്ട്മെൻറ്റ് നമ്പർ 1 എന്നാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതേസമയം നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് നമ്പർ 2 എന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഈ ഒരു നഴ്സിംഗ് ആണ്, ഈ ഒരു അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നഴ്സിംഗ് കോഴ്സാണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ആ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് അവിടെ സൈഡിലായിട്ട് തന്നെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. മേക്ക് പേയ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ്, നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള സെഷനിലേക്ക് പോവില്ല. നിങ്ങൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്കിപ്പോൾ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അവിടെ ആ ഒരു ഫീ പേയ്മെൻറ്റിൻ്റെ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ മോഡ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗത്തേക്കാണ് പോവുക. അപ്പോൾ അവിടെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മോഡ് ഓഫ് പേയ്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓൺലൈൻ പേയ്മെൻറ്റ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ ഓൺലൈൻ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് പോകും. അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ ചലാൻ വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ചലാൻ്റെ ആ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രിൻറ്റ് ചലാൻ എന്ന് പറഞ്ഞുകൊണ്ട് അടിയിലൊരു പച്ച ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര രൂപയാണ് ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടത് എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു ഗവൺമെൻറ് കോളേജാണ് കിട്ടിയുള്ളതെങ്കിൽ 23,150 രൂപയാണ് ഫീസായിട്ട് അടക്കേണ്ടതായിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജാണ് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതെങ്കിൽ 25,000 രൂപയാണ് നിങ്ങൾ 25,000 രൂപയാണ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ നിങ്ങൾ SC ST അതുപോലെ ഫിഷർമാൻ രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ ഈ OEC വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ OEC എന്ന് വെച്ചാൽ അതിൽ ഫിഷർമാൻ രജിസ്ട്രേഷനൊക്കെ OEC വിഭാഗത്തിലാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 1000 രൂപയാണ് ഇപ്പോൾ ടോക്കൺ ഫീസായിട്ട് അടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ ഫീസ് അടക്കണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങളുടെ ചലാൻ റെസീറ്റിൽ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലെങ്കിൽ ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ ഫീ പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഓൺലൈൻ പേയ്മെൻറ്റിന് ശേഷം അതിന് താഴെയായിട്ട് ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും. അത് പ്രൊസീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ചലാൻ മോഡാണ് സെലക്ട് ചെയ്തെങ്കിൽ പ്രിൻറ്റ് ചലാൻ ക്ലിക്ക് ചെയ്ത് ചലാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത ശേഷം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു ബാങ്ക് വഴിയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ 24 മണിക്കൂറിന് ശേഷമായിരിക്കും നിങ്ങളുടെ പ്രൊഫൈലിൽ ആ ഒരു പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വരികയുള്ളൂ. ഓൺലൈൻ പേയ്മെൻറ്റ് ആണെങ്കിൽ ഏകദേശം ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ പ്രൊഫൈലിൽ വരുന്നതായിരിക്കും. ഇനി ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു ലോഗിൻ ചെയ്ത ആ ഒരു ഹോം പേജിൽ തന്നെ, അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പേജിൽ തന്നെ സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ പറ്റും, അതായത് മെനു ബാർ കാണാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ റെസിപ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, അതായത് ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആ ഒരു പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. എത്ര രൂപയാണ് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഒരു പച്ച ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു
പേയ്മെൻറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ് ആയി എന്ന്, അതായത് ആപ്ലിക്കേഷൻ അല്ല, നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയ സീറ്റ് നിങ്ങൾക്ക് അവിടെ കൺഫേം ആയി എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി എന്നുള്ള വിദ്യാർത്ഥികൾ, അതായത് തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി, ഇനി അടുത്ത തേർഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ, അതായത് ലോഗിൻ ചെയ്താൽ എത്തുന്ന ആ ഒരു ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് പോവുക. അവിടെ പോയ ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ തേർഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ ഒരു റീ അറേഞ്ച്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കി എത്ര ഓപ്ഷനുകൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കാനായിട്ടുണ്ട് ആ ഒരു ഓപ്ഷനുകളെ അതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഏത് കോളേജാണ്, അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൻ്റെ ഓപ്ഷൻ കൊടുത്തതിൻ്റെ ആ ഒരു ബോക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ബോക്സിൽ കൃത്യമായിട്ട് നിങ്ങൾ കൊടുത്ത നമ്പർ എത്രയാണ്, അതായത് ഓപ്ഷൻ നമ്പർ എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഞാനിവിടെ ഓൾറെഡി നേരത്തെ ടോക്കൺ ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതല്ലെങ്കിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടി, ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി, ഞാൻ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും ഇനി ഇതിന് മുകളിലുള്ള ഓപ്ഷൻ എനിക്ക് വേണ്ട, ഈ ഒരു കോളേജിൽ എനിക്ക് അഡ്മിഷൻ മതി എന്നാണെങ്കിൽ ഈ ഒരു ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യണം. ഇങ്ങനെ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ, തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നീട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു കോഴ്സിലേക്കായിരിക്കും എൻ്റെ അഡ്മിഷൻ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റ് മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ ആദ്യം ഈ ഒരു അലോട്ട്മെൻറ്റിൽ കിട്ടിയത് ഗവൺമെൻറ് കോളേജിലാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇനി ഇതിന് മുകളിലുള്ള വേറെ കോളേജൊന്നും എനിക്ക് വേണ്ട എന്നാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, എൻ്റെ ഓപ്ഷനുകളെ റിമൂവ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് 4 ഓപ്ഷനാണ് ബാക്കിയുള്ളത്. അപ്പോൾ എങ്ങനെയാണ് റിമൂവ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിലുള്ള ഈ ഒരു നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു നമ്പർ, ഓപ്ഷൻ നമ്പർ കൃത്യമായിട്ട് നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. റിമൂവ് ചെയ്താൽ മാത്രം പോരാ, കാരണം റിമൂവ് ചെയ്തിട്ട് പല വിദ്യാർത്ഥികളും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, നിങ്ങളിപ്പോൾ ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് സേവ് ബട്ടൺ താഴെ ഉണ്ടാവും, ഒരു സേവ് എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പോൾ ആ സേവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ഓപ്ഷൻ റിമൂവ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇത് റിമൂവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ, ആ ഒരു ഓപ്ഷൻ കൊടുക്കാനുള്ള ആ ഒരു ഭാഗത്തിന് താഴെയായിട്ട് തന്നെ കൃത്യമായിട്ട് സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം. അത് സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ കോളേജ് ഓപ്ഷൻ കൊടുത്തതിൻ്റെയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത ആ ഒരു ഓപ്ഷനുകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ ആ ഒരു ലിസ്റ്റിൽ നിങ്ങളുടെ ഡിലീറ്റ് ചെയ്ത ഓപ്ഷൻസ് ഇല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഓപ്ഷൻ റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് ഒറ്റ ഓപ്ഷനെങ്കിലും റിമൂവ് ചെയ്യണം എന്നുള്ള വിദ്യാർത്ഥികൾക്കും ഇതേ രീതിയിൽ ഓപ്ഷൻ്റെ ബോക്സിൽ നിന്നും ആ ഒരു നമ്പർ ഒഴിവാക്കിയ ശേഷം പിന്നീട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് സേവ് ചെയ്യാവുന്നതാണ്. അതുപോലെ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ലിസ്റ്റിൽ നിന്നും നിങ്ങൾ റിമൂവ് ചെയ്ത ഓപ്ഷൻസ് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ള കാര്യം, അതായത് ഡിലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഇതേ രീതിയിൽ ആ ഒരു ഓപ്ഷൻ്റെ പേജിൽ കൃത്യമായിട്ട് ആ ഒരു ബോക്സിൽ നിന്ന് നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പിന്നീട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷനിൽ, അതായത് ആ ഒരു റിമൂവ് ചെയ്യൽ, അതായത് ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യൽ കറക്റ്റായി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓപ്ഷൻ റിമൂവ് ചെയ്യുകയാണെങ്കിലോ റീ അറേഞ്ച് ചെയ്യുകയാണെങ്കിലോ അത് സേവ് ചെയ്യും. സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ലിസ്റ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്, അത് ചേഞ്ച് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.